ഇന്നേ നമ്മൾ മാങ്ങ കൊണ്ടുള്ള തനി നാടൻ രുചിയാട്ടോ പരിചയപ്പെടാൻ പോകുന്നത്. മാങ്ങയുടെ സീസൺ കഴിഞ്ഞല്ലോ എന്നൊന്ന് ഓർത്ത് ടെൻഷൻ ആവണ്ടട്ടെ, എന്തെങ്കിലും ഒരു മാങ്ങയൊക്കെ കിട്ടാതിരിക്കില്ലല്ലോ. എന്തേ ഒരു ചനച്ച മാങ്ങയാണ് എടുത്തത്. നല്ല ചനപ്പല്ല, മധുരമൊന്നുമില്ല, എന്നാൽ പുളിയില്ല. ഒരു മൂവണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തുണ്ടാക്കാൻ പോകണമെന്നറിയോ? ഒരു മാങ്ങാപ്പസരി. ഇനി ഞാനിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മാങ്ങയും സവാള ഓപ്ഷണലാണ്. സവാളയ്ക്ക് പകരം ഉള്ളി വേണമെങ്കിലും ചേർക്കാം, പക്ഷെ രണ്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. തേങ്ങയും പച്ചമുളക് നമ്മൾ ചേർത്തല്ലോ അല്ലേ. തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇച്ചിരി കടുകും കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നമ്മുടെ ഈ വെന്ത് വന്നിട്ടുള്ള മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണേ. എന്നിട്ട് ഇളക്കി ആ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഉപ്പ് ചേർക്കാനും മറക്കരുത്. പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കഷ്ണം പുളിയുള്ള മാങ്ങ വേണേൽ ചേർക്കാം. ഇനി പുളി ഇല്ലാതെ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ എൻ്റെ മാങ്ങയ്ക്കൊരു ഇത്തിരി പുളി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്. ഇതും ഓപ്ഷണലാണ്. അപ്പോൾ പച്ചരപ്പൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. താളിച്ചൊഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവയും ചേർത്ത് ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും അല്ലേ? ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.